നമസ്തേ, എല്ലാവർക്കും ഇത് മൈൻഡ് വെൽനെസ്സിൻ്റെ NPD സീരീസിലേക്ക് ഹാർദവമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കോരുത്ത്, ലൈഫ് സൈക്കോളജിസ്റ്റ്, മൈൻഡ് വെൽനസ് കോച്ച് ആൻഡ് ഓതർ. NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ് സീരീസാണ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായാൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എന്നോട് നിങ്ങൾ വ്യൂവേഴ്സ് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഹൗ നോട്ട് ടു ബി എ വിക്ടിം ഓഫ് എ നാർസിസിസ്റ്റ്. എങ്ങനെയാണ് ഒരു നാർസിസിസ്റ്റിൻ്റെ വിക്ടിം ആകാതിരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വിക്ടിം ആകാനുള്ള ക്വാളിറ്റി ഉള്ളവരാകാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മറുപടി, ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നാർസിസിസ്റ്റ് എപ്പോഴും ഇൻ സെർച്ച് ഓഫ് വിക്ടിമാണ്. കാരണം എനിക്കിപ്പം നാർസിസിസ്റ്റിൻ്റെ ആ ട്രെയ്റ്റ്സ് ഉള്ളവരൊക്കെ തെറാപ്പിക്ക് വരുന്നതുകൊണ്ട് എനിക്കിത് ശരിക്കും കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. they're always in search of a victim. ഒരു ഗ്രൂപ്പ്, ഇപ്പോൾ ഒരു 5 പേർ അവിടെ ഉണ്ടെന്ന് വയ്ക്കുക, അവരുടെ ലൈഫിൽ ഒരു 5 പേരുണ്ട് എന്ന് വയ്ക്കുക. അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലുള്ള മെമ്പേഴ്സ് ആയിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ. അതിലവരിങ്ങനെ നോക്കുക, ഇതിലേതാളാണ് പറ്റിയ വിക്ടിം എന്നാണ് നോക്കുക, എന്നിട്ട് അയാളെയാണ് പിടിക്കുക. നാർസിസിസ്റ്റ് എപ്പോഴും. അപ്പോൾ ഞാൻ പറയും, ഒരു നാർസിസിസ്റ്റിനെ അല്ല ഇവിടെ നമ്മൾ ബ്ലെയിം ചെയ്യേണ്ടത്, വിക്ടിമാകാൻ റെഡി ആയിട്ടിരിക്കുന്ന ആളെയാണ് നമ്മൾ, ഒരു വിക്ടിമിനെയാണ് നമ്മളിപ്പോൾ പറയേണ്ടത്. കാരണം നാർസിസിസ്റ്റിനെ നമ്മൾ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. അയാൾ അങ്ങനെയാണ്, അയാൾ അങ്ങനെ പ്രവർത്തിക്കൂ, അയാൾക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റൂ, അയാൾക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ അറിയൂ, അയാളൊട്ട് മാറാനുള്ള തയ്യാറാകുന്ന രീതിയിലുള്ള മോസ്റ്റ് ഓഫ് ദം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അപ്പം അയാളുടെ പിടിയിൽ പെടാത്ത രീതിയിൽ നമ്മൾ നിൽക്കാനാണ് നോക്കേണ്ടത്. നമ്മളെ ബിൽഡ് ചെയ്യാനാണ് നോക്കുക. അപ്പം ഒരു നാർസിസിസ്റ്റിൻ്റെ കയ്യിലല്ല വിക്ടിം ചെന്ന് പെടുന്നത്, ഒരു വിക്ടിമിനടുത്തേക്കാണ് നാർസിസിസ്റ്റ് വരുന്നത്. അപ്പം നാർസിസിസ്റ്റ് ഇൻ സെർച്ച് ഓഫ് വിക്ടിം, ആ വിക്ടിമിനെ തേടി ഒരു വിക്ടിം റെഡി ആകുമ്പോൾ ഒരു നാർസിസിസ്റ്റ് അവിടെ അപ്പിയർ ആയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നാർസിസിസ്റ്റ് വിക്ടിം തെറാപ്പിക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം അവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, ആദ്യമേ തന്നെ നിങ്ങളിൽ ഒരു എന്നെ വിക്ടിമൈസ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് അറിവുണ്ടായിരിക്കണം. നമ്മുടെ ഓവറായിട്ടുള്ള എമ്പതിയും, നമ്മളെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നുണ്ടോ, നമ്മളിൽ ആരെങ്കിലും അൺനെസസറി ആയിട്ടുള്ള കൺട്രോൾ കൊണ്ടുവരുന്നത്, ഇതൊക്കെ റെഡ് ഫ്ലാഗ്സ് ആണ്. ആരെങ്കിലും നമ്മളെ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നുണ്ടോ, ആരെങ്കിലും നമ്മളിൽ മിററിങ് ചെയ്യുന്നുണ്ടോ, ആരെങ്കിലും നമ്മളിൽ അനാവശ്യമായ ഗിൽട്ട്, ഷെയിം, ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്യുന്നുണ്ടോ, നമ്മളിലേക്ക് എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നമ്മളുടെ പ്രയത്നത്തിൽ നിന്ന് അവർ ജീവിക്കുന്ന രീതിയിൽ പാരസൈറ്റിക് ആയിട്ടുള്ള ആരെങ്കിലും ചെയ്യുന്നുണ്ട്. ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്നിൽ നിന്ന് പോസിബിൾ ആണോ വേറൊരാൾക്ക്, എന്നെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ നമ്മളിൽ ആദ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എൻ്റെ ഇൻഡിവിജ്വൽ എബിലിറ്റീസ്, സ്കിൽസ്, എൻ്റെ ഇൻഡിവിജ്വൽ ഗ്രോത്ത് ആസ് എ പേഴ്സൺ ഹു ഐ ആം, എൻ്റെ സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ലവ്, സെൽഫ് അവെയർനെസ്, സെൽഫ് കെയർ, സെൽഫ് പ്രൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട അഹങ്കാരമൊന്നും. ഇറ്റ് ഈസ് എ പോസിറ്റീവ് പ്രൈഡ് ഉണ്ട്, നെഗറ്റീവ് പ്രൈഡ് ഉണ്ട്. വി ആർ ടോക്കിംഗ് അബൌട്ട് ദ പോസിറ്റീവ് പ്രൈഡ്. അതുപോലെ തന്നെ എൻ്റെ സോഷ്യൽ സ്കിൽസ്, എൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് സ്കിൽസ്, എൻ്റെ പെർഫോമൻസ് ഇൻ്റലിജൻസ് സ്കിൽസ്, എൻ്റെ കരിയർ ഇൻ്റലിജൻസ് സ്കിൽസ്, എൻ്റെ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് സ്കിൽസ്, എൻ്റെ സ്പിരിച്വൽ ഇൻ്റലിജൻസ് സ്കിൽസ്, എൻ്റെ ഫാമിലി ഇൻ്റലിജൻസ് സ്കിൽസ്, ഇങ്ങനെയുള്ള എല്ലാ സ്കില്ലുകളും, എൻ്റെ ഇൻ്റലിജൻസുകളും എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യണം ഞാനൊരു വിക്ടിം ആകാതിരിക്കണമെങ്കിൽ. എങ്ങനെയാണ്? അതുപോലെ തന്നെ നമ്മളുടെ കുറേ സോഷ്യൽ സ്കിൽസുകൾ ലൈക്ക് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അതുപോലെ തന്നെ ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളുടെ പ്രോഗ്രസീവായിട്ടുള്ള ലൈഫിന് വേണ്ടിയിട്ടുള്ള, അതായത് അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആൻഡ് അച്ചീവ്മെൻറ്റ് ഇൻ്റലിജൻസിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. അതിനകത്ത് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കുറേ സ്കില്ലുകളാണ്. അതായത് നമ്മളുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് ഇൻട്രാപേഴ്സണൽ വിതിൻ നമ്മളുടെ അകത്തുള്ളത്. അങ്ങനെ ഇൻട്രാപേഴ്സണൽ സ്കിൽസ്, നമ്മുടെ സെൽഫ് ടോക്ക്, സെൽഫ് മാനേജ്മെൻറ്റ്, ഇതെല്ലാം. അപ്പോൾ നമുക്കൊരു സെൽഫ് അവെയർനെസ് ഉണ്ടായാൽ പിന്നെ നമ്മൾ നോക്കുന്നത് ആ സെൽഫ് അവെയർനെസ്സിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു സെൽഫ്
മാനേജ്മെൻറ്റ് ഉണ്ടാകണം. നമ്മളിൽ കോൺഷ്യൻറ്റിയസ്നെസ് എന്ന് പറയുന്നത്, അതായത് ഒരു കാര്യം ഏറ്റവും നന്നായിട്ട് വളരെ എന്താ പറയുക, നമ്മളുടെ ആ ക്വാളിറ്റി ആയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാനുള്ള ആർജവമാണത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മറ്റു വ്യക്തികളുമായിട്ട് വരുമ്പോൾ എൻ്റെ ഒരു ഡിഗ്നിറ്റി, എൻ്റെ ഒരു പ്ലേസ് ഇൻ ദിസ് വേൾഡ്, എൻ്റെ പ്ലേസ് ഇൻ ദിസ് വേൾഡ്, ഇൻ ദിസ് സൊസൈറ്റി, ഇൻ ദിസ് ഫാമിലി, ഇതെല്ലാം എനിക്ക് വളരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കേണ്ട കാര്യമായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന കാര്യമാണ് നമ്മുടെ ബൗണ്ടറീസ്. ഈ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളുടെ പൊസിഷൻസ് വെച്ചിട്ടാണ്. അതായത് നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ നമ്മുടെ ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടികൾ, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഇവരെല്ലാം ഞാനിങ്ങനെ ക്ലോസ് അവരൊക്കെ ഇങ്ങനെ ഇരിക്കണം. അങ്ങനെയല്ല. ഒരു വ്യക്തിയിൽ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ അയാളുടെ അഫക്റ്റാണ് നമ്മൾ നോക്കുന്നത്. അയാളുടെ ഇഫക്റ്റീവ്നെസ് ഇൻ മൈ ലൈഫ്, അയാളുടെ അഫക്റ്റ് ഇൻ മൈ ലൈഫ്, അയാളെ എന്തുമാത്രം എൻ്റെ ലൈഫിൽ പ്രയോജനമുള്ളയാളാണ്, അയാൾ എന്തുമാത്രമാണ് എനിക്കൊരു അഫക്റ്റ് തരുന്നത്, ഒരു ഫീലിംഗ് വൈസിലും പ്രൊഡക്റ്റിവിറ്റി വൈസിലും അയാൾ എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള മതിലും വാതിലും നമ്മുടെ ലൈഫിൽ സെറ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. അതായത് മതിൽ എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മതി ഇതിലേ എന്നും വാതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ ഇതിലേ എന്നും. അപ്പോൾ ഈ രീതിയിൽ നമ്മളാണ് നമ്മളെ സെറ്റ് ചെയ്യുന്നത്. ഒരു കാരണവശാലും ഒരു അബ്യൂസറോട് നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, എന്നെ ഉപദ്രവിക്കരുത്, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു പോകില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവരുടെ അബ്യൂസിൽ നിന്നൊക്കെ മാറി നിൽക്കണമെങ്കിൽ ഒരു കാരണവശാലും അവരുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അത് അവരിൽ നിന്ന് ഓടിപ്പോയാൽ അവർ നിങ്ങളുടെ പുറകെ വരും. ഫൈറ്റ് ചെയ്താൽ നിങ്ങൾ ജയിക്കാൻ പോകില്ല. കാരണം അത്രയും വലിയ മാനിപ്പുലേറ്റേഴ്സ് ഒന്നും നമ്മളല്ല. നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ലൈസ്, അതുപോലെ തന്നെ ഇവരുണ്ടാക്കുന്ന പോലെ ഡിസീറ്റ്ഫുൾ ആയിട്ടുള്ള ആക്റ്റുകളും, അതായത് വഞ്ചന, ചതി, ഗൂഢാലോചന, ഇതൊന്നും നമുക്ക് ചെയ്യാനായിട്ട് അത്ര വലിയ കപ്പാസിറ്റി കാണില്ല. ഇവരതിൻ്റെയൊക്കെ മാസ്റ്റേഴ്സാണ്. അപ്പോൾ അവർ മാസ്റ്റേഴ്സാണ്, നമ്മൾ കിൻഡർഗാർട്ടനിലൂടെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ വി ഡോണ്ട് ഹാവ് ഓൾ ദി സ്കിൽസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ തീർച്ചയായിട്ടും നമുക്ക് വിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല. അവർ ഗ്യാസ് ലൈറ്റ് ചെയ്തും ഗിൽറ്റും ഷെയിമും ഉണ്ടാക്കി ഇതെല്ലാം നമ്മുടെ തലയ്ക്കകത്തേക്ക് തന്നെ ഇടും. അതുപോലെ തന്നെ നമ്മൾ ഫ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ, നമ്മൾ അതിൽ നിന്ന് അകന്ന് പോയി കഴിഞ്ഞിട്ടും വലിയ കാര്യമില്ല, അവർ പുറകെ വരും. അപ്പോൾ പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ഫേസ് ചെയ്യുള്ളൂ. അവർ കറക്റ്റായിട്ട്, അസർട്ടീവായിട്ട്, പ്രൊയാക്റ്റീവായിട്ട് നമ്മൾ അവരോട് കാര്യങ്ങളെ കറക്റ്റായിട്ട് ഡീല് ചെയ്യുക, ആവശ്യത്തിന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് കിസ് അപ്ലൈ ചെയ്യാം, കീപ്പ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ. എന്ത് ആൻസേഴ്സും ആ ചെറിയ എന്ത് പറയണോ അത് കറക്റ്റായിട്ട് അളന്ന് തൂക്കി കുറുക്കി പറയാനായിട്ട് നമുക്ക് പറ്റണം. അത് പറയേണ്ട രീതിയിൽ, പറയേണ്ട സ്ഥലത്ത് പറയാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിജയമായിട്ട് വരുന്നത്. അപ്പം ആ രീതിയിലൊക്കെ നമ്മൾ നോക്കുകയും നമ്മൾ കറക്റ്റായിട്ട് നമ്മളെ അറിയുക എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ വീക്ക് പോയിൻറ്റ്സ് എവിടെയാണെന്ന് അറിഞ്ഞിട്ട് ആ വീക്ക് പോയിൻറ്റ്സിനെ ഞാനാണ് ബിൽഡ് ചെയ്യേണ്ടത്. എൻ്റെ ബൗണ്ടറിയെ തകർത്തുകൊണ്ട് അകത്തേക്ക് കയറുക എന്ന് പറയുന്നത് ഒരിക്കലും സമ്മതിക്കരുത് നമ്മൾ. കാരണം അവിടെ അഥവാ ഇനി ആരെങ്കിലും നുഴഞ്ഞ് കയറിയാൽ തന്നെ അത് മനസ്സിലാക്കാനും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അവരെ പുറത്താക്കാനും അതിനെ നമുക്ക് സീൽ ചെയ്ത് നല്ല രീതിയിൽ അതിനെ വീണ്ടും ബിൽഡ് ചെയ്യാനും നമുക്ക് പറ്റണം. അപ്പോൾ ഒരു NPDയുടെ അല്ലെങ്കിൽ ഏത് വ്യക്തിയുടെ ഒരു അബ്യൂസീവായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം അറിയണം. അതുപോലെ തന്നെ നമ്മൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും തോന്നുന്നത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ല ഒരാൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ പലപ്പോഴും ചിന്തിക്കുന്ന, ഞാൻ സമ്പാദിക്കുന്നു, ഞാൻ വർക്ക് ചെയ്യുന്നു, ഞാൻ പൈസ ഉണ്ടാക്കുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുന്നവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ല. എന്താണെന്നറിയാമോ? അവരുണ്ടാക്കുന്ന പൈസ NPD കൊണ്ടുപോകും. NPD ആയിരിക്കും അവരുടെ പൈസ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവർ പൈസ ഉണ്ടാക്കുന്ന മെഷീനാണ്, പക്ഷേ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ല. കാരണം അവരുടെ ജോലി എന്ന് പറയുക പൈസ ഉണ്ടാക്കുക, കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ. ബാക്കി അവർ മാനേജ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒന്ന് പൈസ ഉണ്ടാക്കുക മാത്രമല്ല, പൈസ എങ്ങനെ ഏറ്റവും നന്നായിട്ട് ഒരു സെൽഫ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് അറിയണം. അതുപോലെ തന്നെ നമ്മുടെ വർക്കുകൾ എങ്ങനെ സെൽഫ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നറിയണം. നമ്മുടെ ഡ്യൂട്ടിയുടെ ഡെലിഗേഷൻസ് അറിയണം. നമ്മുടെ ടൈം ആൻഡ് റിസോഴ്സ് മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായിരിക്കണം. നമ്മുടെ കുടുംബ ജീവിതത്തിലെ ഓരോ വ്യക്തികളുടെയും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും
ഡെലിവറബിൾസും ഒബ്ലിഗേഷൻസും എല്ലാം നമുക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതിനകത്ത് വേറൊരാളുടെ ജോലി ഞാൻ സ്വയം ഏറ്റെടുത്ത് ഹീറോ ആകുകയല്ല ചെയ്യേണ്ടത്. അവിടെ എന്തുകൊണ്ടത് നടക്കുന്നില്ല എന്ന് ചോദിക്കാനുള്ള കോൺഫിഡൻസും അങ്ങനത്തെയുള്ള മെൻ്റൽ ടഫ്നെസ്സും നമുക്കുണ്ടായിരിക്കണം. അതിനുശേഷം ഏതെങ്കിലും ജോലി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ളൊരു സ്ട്രക്ചർ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. വാലിഡേഷൻസും അപ്രീസിയേഷൻസും കൊടുക്കേണ്ടടുത്ത് കൊടുക്കാനും അത് നമുക്ക് വേണമെങ്കിൽ നമുക്കായിട്ട് അതിനെ ജനറേറ്റ് ചെയ്തെടുക്കാനും ഒക്കെയുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഈ രീതിയിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം ഒന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല ഏറ്റവും നന്നായിട്ട് ജീവിക്കാനുള്ള. പക്ഷേ ഇത്രയെങ്കിലും ഒക്കെ നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ സ്ഥാനം എവിടെയെന്നും മറ്റേയാളുടെ സ്ഥാനം എവിടെയെന്നും ഒക്കെ നോക്കിക്കൊണ്ട് നമുക്ക് കാര്യങ്ങളെ ഡീല് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ എന്ത് പറയണം, എന്ത് പറയരുത്, ആരോട് എപ്പോൾ എവിടെയാണ് സഹായം സീക്ക് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഞാൻ ഒരാളിൽ നിന്ന് ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടത്, അതെല്ലാം നമുക്ക് അറിയണം. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറയാതെ സൂക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പുറത്തേക്ക് പറയേണ്ടത്, അതിനകത്ത് നമ്മൾ ഹെൽപ്പ് സീക്ക് ചെയ്യുമ്പോൾ ഇത് റൈറ്റ് ഹെൽപ്പാണോ സീക്ക് ചെയ്യുന്നത് അതോ റോങ് ആയി പോകുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ലൈഫിൽ ഇപ്പം നമ്മൾ പറയുകയാണ് ഞാനൊരു ഹെൽപ്പ് സീക്ക് ചെയ്തു, അയാൾ എന്നെ ശരിക്കും ഗൈഡ് ചെയ്തില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം ഈ ഹെൽപ്പ് ഇത് ശരിക്കുള്ള വഴിക്കല്ലല്ലോ പോകുന്നു, ഇത് കറക്റ്റ് ഹെൽപ്പല്ലല്ലോ, ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നൊക്കെ സെൻസിബിളായിട്ട് ചിന്തിക്കാനും, അതല്ലാതെ എൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാൻ എൻ്റെ ആങ്ങളെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എൻ്റെ ഫ്രണ്ടിനെ ഏൽപ്പിച്ചു, അവരിനി നോക്കിക്കോളും. അങ്ങനെയല്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണ്. ഇതൊരു സാമ്രാജ്യമാണ്, ഇതൊരു രാജ്യമാണ്. ഞാൻ എന്ന രാജ്യം, ഈ രാജ്യത്തെ റൂള് ചെയ്യുന്നത് ഞാനാണ്. അപ്പം എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ളവർക്ക്, ഇപ്പോൾ എൻ്റെ മകളാണ്, അവൾക്കൊരു രാജ്യമുണ്ട്, ആ രാജ്യത്തിനെ റൂൾ ചെയ്യുന്ന അവളാണ്. അവൾ പിന്നെ ഒരു പയ്യെ വളർന്നു വരുന്ന ആയതുകൊണ്ട് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിക്കുന്നു, എങ്ങനെ വേണം നിൻ്റെ രാജ്യത്തെ നീ സംരക്ഷിക്കേണ്ടതെന്നും മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്നും ശത്രുക്കളിൽ നിന്ന് നമ്മളെങ്ങനെ, അവരുടെ അറ്റാക്കുകളിൽ നമ്മളെങ്ങനെ സംരക്ഷിക്കാമെന്നും നമ്മളാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും പരസ്പര ബഹുമാനം വേണം, പരസ്പര ബൗണ്ടറീസിനെ നമ്മൾ രാജ്യങ്ങൾ തമ്മിൽ റെസ്പെക്റ്റ് ചെയ്യുന്നത് പോലെ. അപ്പോൾ മറ്റൊരാൾക്ക് എന്താണ് നമ്മളുടെ ഒരു അധികാര പരിധി എന്നൊക്കെ അറിയാനായിട്ട് നമ്മളുടെ ചെങ്കോൾ നമ്മുടെ കയ്യിലിരിക്കണം. നമ്മൾ പറയും സെപ്റ്റർ എന്ന് പറയും, അത് നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. അത് അവർക്കുമുണ്ട്, മറ്റേ ആൾക്കുമുണ്ട്. മറ്റേ ആളുടെ കയ്യിലിരിക്കുന്ന അത് ഏത് ലെവലിലാണെന്ന് അറിഞ്ഞിട്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. ഐ കനോട്ട് എൻക്രോച്ച് ദാറ്റ് പേഴ്സൺസ് ഏരിയ ആൻഡ് ദാറ്റ് പേഴ്സൺ കനോട്ട് എൻക്രോച്ച് മൈ ഏരിയ. നമ്മൾ വളരെയേറെ നല്ല രീതിയിൽ സൗഹൃദപരമായിട്ടും പരസ്പര സഹകരണത്തിലും പരസ്പര വിശ്വാസത്തിലും പരസ്പരം പ്രയോജനപ്പെടുന്ന രീതിയിലും ഒക്കെ ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ പറയത്തില്ല വൈറ്റ് ഫ്ലാഗ് ഈസ് ഫൈൻ ആണ് ബിറ്റ്വീൻ പീപ്പിൾ, റെഡ് ഫ്ലാഗ്സ് എവിടെയൊക്കെ റേസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ചിലപ്പോൾ ഹിഡൻ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു റെഡ് ഫ്ലാഗ് ആണ്, എവിടെയോ എനിക്കൊരു അബ്യൂസ് വരുന്നുണ്ട്, പെയിൻ വരുന്നുണ്ട്, എനിക്ക് എവിടെയോ ഡിസ്കംഫർട്ട് വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാകുമ്പോൾ തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ഓക്കെ എനിക്ക് ഇതുപോലുള്ള അബ്യൂസിൽ നിന്നെല്ലാം നമുക്ക് വളരെ മനോഹരമായിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ളത്. അതല്ലാതെ നമ്മൾ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചു കരഞ്ഞു വിളിച്ച് നടന്ന് അബ്യൂസർ എന്നെ അബ്യൂസ് ചെയ്യുന്നു, വേറൊരാൾ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞു തന്നിട്ട് നമുക്ക് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ ചെറുപ്പകാലം മുതൽ നമുക്കൊരു സ്ക്രിപ്റ്റിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലാകുക. സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് പേരൻസും മറ്റുള്ളവരും ഒക്കെ പകർന്നു തരുന്ന നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്ന ഓരോ ലേണിംഗ് പാത്വേസ് ആണ്. ആ സ്ക്രിപ്റ്റിങ്ങിലൂടെ ആ സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുക, നമ്മുടെ തലവര എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷേ ആ സ്ക്രിപ്റ്റ് അവർ വരച്ചതാണെങ്കിൽ പോലും ഈ സൊസൈറ്റി എന്ന് പറയുന്ന പ്രാക്ടീസസ്, കൾച്ചർ, നോംസ് ഇതെല്ലാം വെച്ച് നമുക്ക് വന്നെങ്കിൽ പോലും നമ്മൾ മുതിർന്നു കഴിയുമ്പോൾ വെൻ ബിക്കം ഇൻഡിപെൻഡൻ്റ്ലി ഫങ്ഷനിങ് ഇൻഡിവിജ്വൽ, ബുദ്ധിപരമായിട്ടും ശാരീരികപരമായിട്ടും ഒക്കെ നമ്മളങ്ങനെ ഫങ്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനത്തെ കാഴ്ചവെക്കുക എന്നുള്ള ആ സ്ക്രിപ്റ്റിനെ വീണ്ടും എഡിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് കരുതി മനസ്സിലാക്കി അതിനൊക്കെ അറ്റൻഷൻ കൊടുത്ത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമ്പോഴാണ് ഈ രീതിയിലുള്ള വിക്ടിം ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ നമുക്ക് മാറാൻ പറ്റുക, നമുക്ക് അതിൽ നിന്ന് ഉയർന്നു വരാൻ പറ്റുക. അതുപോലെ തന്നെ ഒരു നാർസിസിസ്റ്റിക് അബ്യൂസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ, അത് വർക്ക് പ്ലേസിലായാലും ഫാമിലിയിലായാലും സോഷ്യൽ സെറ്റിങ്ങിലായാലും റിലീജിയസ് ഏരിയാസിലായാലും എവിടെ ആയാലും നിങ്ങൾക്ക്
കുറച്ചൊന്ന് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. സെൽഫ് ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അതിൽ നിന്ന് നല്ലതായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ജീവിതമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റിനെ തന്നെ മീറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ലൈഫിനെ റീബിൽഡ് ചെയ്യുക, റീഡിസൈൻ ചെയ്ത് റീബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും വേണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. നമുക്കെല്ലാം നന്നായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിനുവേണ്ടി ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. Hope you like my videos. To know more about me, you can visit my website www.drsusankoruthu.com. Make sure you follow me on other social media platforms. The links are given in the description below.